അനേക ഭാഗ്യവാന്മാരെന്ന് കരുതുന്നവരെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ലോകത്തിൻ്റെ ധനം കൊണ്ടോ മഹിമ കൊണ്ടോ പദവി കൊണ്ടോ അംഗീകാരം കൊണ്ടോ ഉള്ളവരായിരിക്കാം. പക്ഷെ ദൈവവചനം ഒരുവനെ നോക്കി ഭാഗ്യം ഉള്ളവനെന്ന് പറയാൻ ഒരു വ്യവസ്ഥ സദൃശ്യവാക്യം 8-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ പറയുന്നു. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. 1. ദിവസം പ്രതി ദൈവത്തിൻ്റെ പടിവാതിക്കൽ അല്ലെങ്കിൽ ദൈവഹിതത്തിനായി ജാഗരിച്ചും കൊണ്ട് ആയിരിക്കുക. മാത്രമല്ല ദൈവിക അരുളപ്പാടുകൾ കേൾക്കാൻ തക്കവണ്ണം ചെവി കൂർപ്പിച്ച് ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. മാത്രമല്ല ദൈവിക വാക്കുകൾ കേട്ടനുസരിക്കുവാനുള്ള ഒരു താല്പര്യവും വാഞ്ചയും നമുക്ക് ഉണ്ടാകുക. അപ്രകാരം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ളവനെ നോക്കി സ്വർഗം വിളിച്ചു പറയുകയാണ്, നീ ഭാഗ്യവാൻ. അതെ, സങ്കീർത്തനക്കാരൻ 16-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. അതെ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ച് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി നമ്മെ നടത്തുക എന്നത് കാര്യമായ വിഷയമാണ്. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതെ, ജീവിതത്തിൻ്റെ എല്ലാ പടികളിലും വഴികളിലും ദൈവഹിതം തിരിച്ചറിയുവാൻ, ദൈവാലോചന കേൾക്കുവാൻ, ദൈവശബ്ദം ശ്രവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുമെങ്കിൽ നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ പോയിക്കൊള്ളുവീനെന്നുള്ള ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുവാനിടയായിത്തീരും. അതെ, ദൈവശബ്ദം കേൾക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് വഴി തെറ്റിപ്പോകാതെ അല്ലെങ്കിൽ അലഞ്ഞു പോകാതെ ദൈവം നമ്മെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കും. ഇന്ന് അനേക വ്യക്തികളുടെ അലച്ചിലുകൾക്ക് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവശബ്ദം കേൾക്കേണ്ടുന്നത് പോലെ കേൾക്കുകയും അനുസരിക്കേണ്ടുന്നത് പോലെ അനുസരിക്കുകയും ചെയ്യാതെ പ്രസംഗമുണ്ട്, പക്ഷേ ജീവിതത്തിലില്ലാത്ത അവസ്ഥയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.